എന്നാലും രാജസ്ഥാൻ റോയൽസ് ഈ IPL സീസൺ തുടങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു സത്യം പറഞ്ഞ എനിക്ക്. പക്ഷെ ഒരു മുംബൈ ഫാൻ ആയിട്ട് എനിക്കിട്ട് തന്നൊരു പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കിട്ടെന്നല്ല, പൊതുവെ എല്ലാ മുംബൈ ഫാൻസിനും ഇട്ട് കൊടുത്തൊരു പണി വല്ലാത്ത ജാതി അടിയായി പോയി. 11 ഓവർ കളി. 11 ഓവറിൽ ആദ്യത്തെ ഓവർ കീച്ചോടെ കീച്ച് 22 റൺസ് കണ്ട, 22ഓ 28ഓ റൺസ് കണ്ടൊക്കെയ ആദ്യത്തെ ഓവർ തന്നെ എടുക്കുന്നത്. അപ്പൊ വേണ്ടേ രണ്ടാമത്തെ ഓവർ ബുംറ കയറിയ വരുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കും, അപ്പൊ ആരാ സ്ട്രൈക്ക് ആരാന്നറിയോ? സൂര്യവംശി, നമ്മുടെ 15 വയസ്സുള്ള ചെറുക്കൻ. ഒരു മുംബൈ ഫാൻ ഇങ്ങനെ വിചാരിക്കാം, നീ ബുംറയെ നീ ഫേസ് ചെയ്തിട്ടുണ്ടോ? നീ ആദ്യമായിട്ടല്ലേ ബുംറയെ ഫേസ് ചെയ്യുന്നത്? പേടിക്കാണ്ട് മുട്ട് വരയ്ക്കാണ്ട് കളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 2 സിക്സ് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുന്നു. നിനക്ക് ബുംറ അറിയാം? നിനക്ക് ബുംറ ആരാന്നറിയോ? നീ കേട്ടിട്ടുണ്ട്, പക്ഷെ ആളെ നേരിട്ട് കണ്ട് അറിയത്തില്ല. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്നും നീ ചെയ്യില്ല. ഈ സീസണിൽ നിങ്ങൾ കപ്പ് എടുത്തില്ലെങ്കിൽ എന്നാലും എന്തോ പരിപാടി രാജസ്ഥാൻ റോയൽസ്. ഞങ്ങൾ രണ്ടാമത്തെ മത്സരമൊക്കെ ജയിച്ചിട്ടൊന്നും ടോപ്പ് 4 എങ്കിലും കയറാമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ നിൽക്കുമായിരുന്നു. എന്നാലും വല്ലാത്ത ജാതി അടിയായിപ്പോയി. ഒരു രക്ഷയില്ല. മുംബൈയുടെ എല്ലാ ബോളേഴ്സിനും എടുത്ത് അടിച്ചു. എന്നാൽ ഹാർദിക് പാണ്ഡ്യ എന്നെ ഞെട്ടിച്ചു. ആ ഒരു പവർ പ്ലേയിൽ ഒരു ഓവറും ഈ പറയുന്ന അല്ലാണ്ടൊരു ഓവറും ഒക്കെ എറിഞ്ഞിട്ട് 17 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെ അലഗസൻ ഫാർ 21-2 വിക്കറ്റ് നേടി 2 ഓവറിൽ. ഇത്രയും മാരകമായിട്ടുള്ള അടി നടക്കുന്ന സമയത്ത് ഈ പറയുന്ന അത്രയും മികച്ചൊരു ഓവറെങ്കിലും എറിയാൻ പറ്റിയല്ലോ അവരെ കൊണ്ട്. അത് തന്നെ വലിയ കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുംബൈയുടെ ബാറ്റിംഗ് 150 റൺസ് ചേസ് ചെയ്യാൻ വരുന്നു. എന്റെ മനസ്സിൽ എന്താണെന്നറിയോ, ഇന്ന് രോഹിത് ശർമ്മയും റിക്കിൾട്ടനും കൂടെ ഒറ്റ ഡോട്ട് ബോൾ ഇല്ല എന്ന് പിന്നെ അടിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ബോൾ ഇങ്ങനെ പൊട്ടിയൊരു ഇടല, അപ്പൊ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ഒരു ഇടുത്തി ഇങ്ങനെ വീഴുന്ന പോലെ അയ്യോ അയ്യോ ഇങ്ങനെ ആയി. ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ഓവർ കഴിഞ്ഞപ്പോഴത്തേനും, ഫസ്റ്റ് 4 ബോൾ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് വെച്ചിട്ടുണ്ട്. മുമ്പ് ജയിക്കില്ല. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും എവിടെ എടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഇതാണ് എമ്മയുടെ ബാറ്റിംഗ്. ഫസ്റ്റ് ഓവർ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ജയിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 11:27 ആ മെസ്സേജ് ഞാൻ എനിക്ക് തന്നെ അയച്ചു ഇട്ടിട്ടുണ്ട് ആ സാധനം. അപ്പം അറിയാം, അത് ആ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴേ അറിയാം. 22-2, 37-3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അറിയാം. അവരുടെ ബാറ്റിംഗ് കോച്ച് പറഞ്ഞു വിട്ടത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഓവർ നിന്നാൽ മതി കേട്ടോ, വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും ഓരോ ഓവറേ നിന്നുള്ളൂ, പക്ഷെ റൺ എടുക്കാൻ അങ്ങ് വിട്ടുപോയി എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഒരുമാതിരി ആറ്റിറ്റ്യൂഡ്. രോഹിത് ശർമ്മയ്ക്കാണെങ്കിൽ വയ്യ. സൂര്യവംശിയൊക്കെ നിന്ന് വെടിച്ചെല്ലാം കീറുമ്പോഴേ രോഹിത് ശർമ്മയ്ക്ക് ഫീൽഡിൽ നിന്നപ്പോഴേ രോഹിത് ശർമ്മ ഇങ്ങനെ ഞാനിത് എങ്ങനെ അടിച്ചെടുക്കും എന്നുള്ളൊരു മട്ടിലായിപ്പോയി. ഒന്നും പറയാനല്ല എന്റെ മക്കളെ, ചെന്നൈ ആരാധകരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളെ മോശം ബോളർ ആയിട്ടെങ്കിലും ആണ് നിങ്ങളെ എടുത്തിട്ട് അടിക്കുന്നത്. നല്ല ബോളേഴ്സ് ഉണ്ടായിട്ടും അടി കിട്ടുന്ന അവസ്ഥ ഉണ്ടല്ലോ, താങ്ങുകയല്ല കേട്ടോ. ഒന്നോർത്താൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ശരി, എന്നാ അടുത്ത കളിയാണ്.